പുള്ളിക്കാരൻ പറഞ്ഞു ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഒരു ബാഗ് മറന്നുപോയി. ആ ബാഗ് ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് ദുബായിൽ എത്തിച്ച് തന്നെ ആവണം. അങ്ങനെ നമ്മളുടെ കോൺസുലേറ്റിൽ ഒരു ഡിപ്ലോമാറ്റ് അഹമ്മദ് ദുക്കി എന്ന് പറയുന്ന ഒരു ഡിപ്ലോമാറ്റിന്റെ കയ്യിലാണ് ഈ ബാഗ് കൊടുത്തുവിടുന്നത്. നമസ്കാരം. ന്യൂസ് ലൂബ് ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്ത വീണ തൈക്കണ്ടിയിലും, അതായത് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിലും ഭർത്താവ് റിയാസും ഏതാണ്ട് പ്രതികളായി തീരുന്ന ചില കണക്കുകളുടെ വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ പുറത്തുവിട്ടതിൽ ഏതാണ്ട് 85 ലക്ഷം രൂപയോളം ഇവിടെ നിന്നും ദുബൈയിലേക്ക് കൊടുത്തുവിട്ടു, അല്ലെങ്കിൽ ദുബൈയിലേക്ക് അയച്ചു. അതിനുവേണ്ടി ചില ഷെൽ കമ്പനികളും ഉണ്ടാക്കി. ഒറ്റമുറിയിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട് പന്തീരാങ്കാവിലുള്ള ഒരു ഒറ്റമുറി കെട്ടിടത്തിൽ പേപ്പറിൽ എഴുതി ടൈറ്റിൽ ഒട്ടിച്ച കമ്പനിയുടെ മറവിൽ ഏതാണ്ട് 85 ലക്ഷം രൂപ അയച്ചു എന്നാണ് ഇപ്പോൾ ഡയറി കണ്ടെത്തിയിരിക്കുന്നത്. ഇതേപോലെ 100 കണക്കിന് ഡയറി എഴുത്തുകൾ ചിലപ്പോൾ വീണ്ടും കാണാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ സ്വപ്ന സുരേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ ഒരിക്കൽ അബുദാബിയിലേക്ക് പോയപ്പോൾ ഒരു ബാഗ് മറന്നു വെച്ചു കൊടുത്തുവിടണം എന്നാവശ്യപ്പെട്ടു. അന്ന് ശിവശങ്കരനും അന്ന് അവിടെ കളക്ടറായിരുന്ന നളിനി നെറ്റോയും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത്. ആ ബാഗ് കൊടുത്തുവിടാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഒരു ബാഗ് നിറയെ പണം, നോട്ട് കെട്ടുകൾ. അപ്പോൾ ഇത് ഹവാല കടത്തല്ലാതെ മറ്റെന്താണ് എന്നുള്ളതാണ്. നയതന്ത്ര പരിരക്ഷയോടെ കൊടുത്തുവിടാം എന്നിവർക്ക് ധൈര്യമുണ്ടായതുകൊണ്ട് ഈ പണം കൊടുത്തയച്ചു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ചാർജ് ചെയ്തിട്ടുള്ള കേസസിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാലോ, ശിവശങ്കർ, then Honorable Chief Minister, his wife Kamla, his daughter Veena, CM Ravindran, his secretary, Nalini Netto IAS, KT Jalil, then Minister. ഇങ്ങനെയുള്ള എല്ലാവരുടെയും എന്താണോ ഇൻവോൾവ്മെന്റ്, അവരെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അവരുടെ ഇൻവോൾവ്മെന്റ് എന്തൊക്കെയാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് എന്റെ 164 സ്റ്റേറ്റ്മെന്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതില് can I just complete? ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് I'll just tell you, എന്നോട് I have an advice that 164 ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കേണ്ടിയുള്ളതുകൊണ്ട് I cannot reveal much. But way back in ഇതെല്ലാം തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ way back in 2016 ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ദുബായിൽ പോയ സമയത്താണ് ആദ്യമായിട്ട് ശിവശങ്കർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. കോൺസുലേറ്റിൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഒരു ബാഗ് മറന്നുപോയി. ആ ബാഗ് ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് ദുബായിൽ എത്തിച്ച് തന്നെ ആവണം. അങ്ങനെ നമ്മളുടെ കോൺസുലേറ്റിൽ ഒരു ഡിപ്ലോമാറ്റ് അഹമ്മദ് ദുക്കി എന്ന് പറയുന്ന ഒരു ഡിപ്ലോമാറ്റിന്റെ കയ്യിലാണ് ഈ ബാഗ് കൊടുത്തുവിടുന്നത്. ആ ബാഗ് കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അതിന്റെ അകത്ത് കറൻസി ആയിരുന്നു. അങ്ങനെയാണ് ഇതെല്ലാം തുടങ്ങുന്നത്. ഓക്കെ, ഇതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളും എക്സ്പ്ലനേഷൻസും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. അബുദാബിയിലെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലും അതേപോലെ തന്നെ UAE എമിറേറ്റ്സിലുള്ള ചില ബാങ്കുകളിലുമൊക്കെ കോടികളാണ് വന്നിട്ടുള്ളത്. അതും വെറും കോടികളല്ല, 100 കണക്കിന് 1000 കോടികൾ അവിടെ വന്നിട്ടുണ്ട്. അവിടെയാകുമ്പോൾ ഇവിടത്തെ പോലെ കണക്കാരെയും ബോധിപ്പിക്കണ്ടല്ലോ. അത് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ട് 2019 അത് പൂട്ടിയത്. ആ അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തെങ്കിലും അത് മറ്റേതോ ബാങ്കിലേക്ക് അവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. പ്രൈസ് വാട്ടർ കൂപ്പറിൽ നിന്നും അതേപോലെ ലാവിൽ നിന്നുമൊക്കെ കോടികളാണ് ആ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ ഞെട്ടുന്നതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുകൾ പറയുന്നത് 85 ലക്ഷം രൂപ അയച്ചുവെന്നും ഇതിന്റെ രേഖകൾ വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ED വാർത്താക്കുറിപ്പിലാണ് ഇതെല്ലാം അറിയിച്ചിരിക്കുന്നത്. വീണ ഹവാല ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നും ED പറയുന്നു. വരുമാനത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ അത് നടത്തിയിട്ടുണ്ടെന്നും
ഈ കണ്ടെത്തലുകൾ ശരിയാണെന്നും അവർ പറയുന്നു. കൂടാതെ ഇന്റർനെറ്റ് കോളുകൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായും ED അറിയിച്ചു. സംശയമല്ല, അത് ആളിനെയും കിട്ടിക്കഴിഞ്ഞു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മെയ് മാസം 27-ന് വീണയുടെയും CMRL പ്രൊമോട്ടർമാരുടെയും കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് EDയുടെ ഈ നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയത്. മെയ് മാസം നടത്തിയ പരിശോധനയിൽ വീണയുടെ തന്നെ കൈപ്പടയിലുള്ള ഡയറിയിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങൾ കണ്ടെത്തിയെന്നും ഇതിൽ പണം കൈകാര്യം ചെയ്ത വ്യക്തികളുടെ പേരുകൾ, ചെലവഴിച്ച തുകകൾ, ദുബൈയിലേക്ക് മാറ്റിയ തുകയടങ്ങിയ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരുന്നുവെന്നും ED അറിയിക്കുന്നു. ദുബായ് കറൻസിയായ ദിർഹം, അതായത് ഇന്ത്യൻ രൂപ എന്നിവയിലുള്ള സാമ്പത്തിക വിവരങ്ങളാണ് ഡയറിയിൽ ഉണ്ടായിരുന്നതെന്നാണ് ED പറയുന്നത്. വീണ ദുബായിലേക്ക് 3.49 ലക്ഷം ദിർഹം, അതായത് 85 ലക്ഷം രൂപ അയച്ചുവെന്നാണ് ED വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. വീണയിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ വൈഫൈ റൂട്ടറിൽ ഉപയോഗിക്കുന്നതിനായി മറ്റൊരു വ്യക്തിയുടെ പേരിലെടുത്ത സിം കാർഡിന്റെ ചിത്രവും ഉണ്ടായിരുന്നു. ഇന്റർനെറ്റ് കോളുകൾ വഴിയുള്ള ആശയവിനിമയങ്ങൾക്കായി ഈ സിം കാർഡും വൈഫൈ റൂട്ടറും അവർ മറ്റൊരു വ്യക്തിയുടെ പേരിൽ സംഘടിപ്പിച്ചതാണെന്ന് ED സംശയലേശമെന്നി പറയുകയും ചെയ്യും. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ചില ഷെൽ കമ്പനികൾ ഉണ്ടാക്കുന്നു. ആ ഷെൽ കമ്പനികൾ പോരാഞ്ഞിട്ട് ഇതേപോലെ മറ്റൊരാളുടെ പേരിലെടുത്ത, അതും അവിടുത്തെ CPMന്റെ ഒരു നേതാവിൻ്റെ പേരിലെടുത്ത, അതായത് DYFIയുടെ നേതാവിൻ്റെ പേരിലെടുത്ത ആ സിം കാർഡ് വെച്ച് ഇവർ കളി തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. എത്ര പ്രാവശ്യം ഭരണത്തിലിരുന്നപ്പോൾ പിണറായി വിജയൻ ദുബൈയും അബുദാബിയും ഒക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ സന്ദർശിച്ചതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചിരുന്നോ? ഇതൊക്കെ അന്വേഷണ പരിധിയിൽ വരേണ്ടുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും ഈ പോയ ഓരോ പോക്കിലും ബാഗുകൾ, നയതന്ത്ര പരിരക്ഷയുള്ള ആൾ പോകുമ്പോൾ അതിനുള്ള ബാഗുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ ആരും ചെക്ക് ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ആ റൂട്ട് വഴി എത്ര കോടി രൂപ അങ്ങോട്ട് കടത്തിയിട്ടുണ്ടെന്നും തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അത് സ്വർണമായി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അന്ന് തന്നെ സ്വപ്ന സുരേഷ് പറഞ്ഞതുകൊണ്ട് ആർക്കും അത്ര വിശ്വാസമായില്ല. പക്ഷേ അതാണ് സത്യം. സ്വപ്ന സുരേഷും ശിവശങ്കറും ഒക്കെ ചേർന്ന് അന്ന് ആ സ്വർണ്ണക്കടത്തിനും ഈ ഹവാല ഇടപാടിനുമൊക്കെ ഇവർ കൂട്ടുനിന്നിരുന്നു. കാരണം നിൽക്കാതിരിക്കാനും നിവൃത്തിയില്ല. മുഖ്യമന്ത്രിയാണ് പോകുന്നത്, നയതന്ത്ര പരിരക്ഷയുള്ളയാളാണ്, പറഞ്ഞാൽ കൊടുത്തുവിടണം. അതുപോലെ തിരിച്ചു കൊണ്ടുവരുമ്പോഴും കോൺസുലേറ്റ് പോലും അറിയാതെ സംഗതികൾ കൊണ്ടുവരുമ്പോൾ അതിൽ ചെക്കിംഗ് ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ എത്ര കോടി രൂപയുടെ ഇടപാടുകൾ അവിടെ നടന്നിട്ടുണ്ട്. പിണറായി വിജയന്റെ മകൻ വിവേക് പോലും അവിടെ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ആ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ അയാളെ കേന്ദ്രീകരിച്ച് ഈ അന്വേഷണങ്ങൾ പോയാലും വ്യക്തമായി അറിയാം അയാളാണോ ഈ ഇടപാടിന് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ മകനും മകളും അപ്പനും അമ്മയും എല്ലാം ചേർന്ന് നടത്തിയ ഒരു വൻ കൊള്ള, അത് നമ്മുടെ നാട്ടിലെ കരിമണലിൻ്റെ പണമാണെങ്കിലും നികുതി വെട്ടിച്ച കാശാണെങ്കിലും പ്രൈസ് വാട്ടർ കൂപ്പറിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഒന്നായി വിറ്റ കാശാണെങ്കിലും ലാവനിൽ മുക്കിയ പണമാണെങ്കിലും ഒക്കെ ഇത് കോടിക്കണക്കിന് അടിഞ്ഞുകൂടിയിരിക്കുന്നത് അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്കിലും അതേപോലെ ദുബൈയിലെ ചില ബാങ്കുകളിലും മാത്രമല്ല എന്നുള്ളതാണ് സത്യം. ഇനിയുമുണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ പറയാൻ. ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോകുമായിരുന്നു. ക്യാൻസർ ചികിത്സയ്ക്കെന്ന് പറഞ്ഞാണ് അമേരിക്കയിൽ പോകുന്നത്. അവിടെ പോകുമ്പോൾ അവിടെ നടത്തിയ ഇടപാടുകൾ എന്തെല്ലാം, അതുമാത്രമല്ല KP യോഹന്നാനെ കൊന്നതാര്, KP യോഹന്നാൻ അപകടത്തിൽ മരണപ്പെട്ടതാണോ എന്നൊക്കെ ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ വാർത്തകളുമായി അടുത്ത എപ്പിസോഡിൽ ഉടൻ തന്നെ കാണാം.